Hi everyone, I'm Sandra from Angloverse. Today we are going to discuss about finding suitable paragraph questions in the reading section of IS. Let's get started. When it comes to this particular question, നമുക്കൊരു പാസേജ് തരും ആൻഡ് അതിനെ കുറച്ച് സെന്റൻസസ് ക്വസ്റ്റ്യനായി തന്നിട്ടുണ്ടാവും. സോ ഈ സെന്റൻസസിന്റെ ഇൻഫോർമേഷൻ വരുന്ന പാരഗ്രാഫ് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് ഫൈൻഡിങ് സ്യൂട്ടബിൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡ്. മോറോവർ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരഗ്രാഫ് ഹെഡിങ്ങിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. സോ ഈ പാരഗ്രാഫ് ഹെഡിങ്ങിന് യൂസ് ചെയ്യുന്ന കീവേഡ് മെത്തേഡ് തന്നെ ഇവിടെയും യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ 3 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പാസേജിൽ നിന്ന് എടുത്ത 3 സെന്റൻസസ് ആണ്. സോ ഈ സെന്റൻസസ് ഏത് പാരഗ്രാഫിലാണ് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കണ്ടന്റ് ഇൻസൈഡ് ദ wrecked ഷിപ്പ്. ഷിപ്പിനകത്തെ കണ്ടന്റുകൾ പറയുന്ന പാരഗ്രാഫ് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. സോ പാരഗ്രാഫ് ബിക്കകത്തെ ഫസ്റ്റ് സെന്റൻസ് തന്നെ വായിച്ചു നോക്കിയാൽ ഇൻസൈഡ് ദ ഹൾ വേർ എ നമ്പർ ഓഫ് ബ്രോൺസ് ആൻഡ് മാർബിൾ സ്റ്റാച്യൂസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഷിപ്പിലെ ഹള്ളില് ബ്രോൺസും മാർബിൾ സ്റ്റാച്യൂസും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് സെന്റൻസ് നോക്കിയാൽ ഫ്രം ദ ലുക്ക് ഓഫ് തിങ്സ് ദ ഷിപ്പ് സീംസ് ടു ബി ക്യാരിയിങ് ലക്ഷറി ഐറ്റംസ് എന്നാണ് പറയുന്നത്. സോ ഷിപ്പിനകത്ത് ലക്ഷറി ഐറ്റംസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. സോ ഷിപ്പിനകത്തെ കണ്ടന്റ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോൺസ് ആൻഡ് മാർബിൾ സ്റ്റാച്യൂസോ ലക്ഷറി ഐറ്റംസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, കണ്ടന്റ് ഇൻസൈഡ് ദ wrecked ഷിപ്പ് എന്ന് പറയുന്ന സെന്റൻസ് വരുന്നത് അല്ലെ അതിന്റെ കണ്ടന്റ് മെയിൻ ആയിട്ട് വരുന്നത് പാരഗ്രാഫ് ബിയിലാണ്. Now let's move on to question number 2. Ancient astronomers and craftsmen might involve. സോ ഈ പാസേജിൽ മെയിൻ ആയിട്ട് ഒരു ആന്റിക്തറ മെക്കാനിസം എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ ആസ്ട്രോണമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മാന്റെ ഇൻവോൾവ്മെന്റ് ഏത് പാരഗ്രാഫിൽ വരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ പാരഗ്രാഫ് നോക്കുമ്പോൾ പാരഗ്രാഫ് എച്ചിന്റെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. ബിൽഡിംഗ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എക്സ്പെൻസീവ് ആൻഡ് റിക്വയർ ദ ഇന്ററാക്ഷൻ ഓഫ് ആസ്ട്രോണമേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഇന്റലക്ച്വൽസ് ആൻഡ് ക്രാഫ്റ്റ്സ് പീപ്പിൾ. സോ ആസ്ട്രോണമേഴ്സ്, ക്രാഫ്റ്റ്സ് പീപ്പിൾ ഈ 2 വേർഡും ഈ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവോൾവ്മെന്റ് എക്സ്പെൻസീവ് ആണ് എന്നും പറയുന്നുണ്ട്, അവിടെ ഇന്ററാക്ഷൻസും ഉണ്ട് എന്നും പറയുന്നുണ്ട് ഈ പർട്ടിക്കുലർ സെന്റൻസിൽ തന്നെ. സോ ഫ്രം ദിസ് നമുക്ക് ആൻസർ പാരഗ്രാഫ് എച്ച് ആണെന്ന് ഓർപ്പിക്കാം. ക്വസ്റ്റ്യൻ 3. ദ ലൊക്കേഷൻ ഓഫ് ആന്റിക്തറ മെക്കാനിസം. ഈ പർട്ടിക്കുലർ മെക്കാനിസം അല്ലെ ഒരു കമ്പ്യൂട്ടർ അനലോഗിന്റെ ലൊക്കേഷൻ ചോദിക്കുവാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പാരഗ്രാഫ്സ്. പാരഗ്രാഫ് സിയിൽ നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. That piece of junk went on to become the most celebrated find from the shipwreck. It is displayed at the National Archaeological Museum of Athens. So അവിടെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നുണ്ട്, ഏതൻസിലെ നാഷണൽ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന്. From then it is completely clear that answer to this question is paragraph C. So ഇങ്ങനെയാണ് finding suitable paragraph questions ചെയ്യേണ്ടത്. Hope you guys understood the topic very well and make sure to practice adequately before the exam. Thank you so much for listening. IELTS റീഡിങ്ങിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങളുടെ ലെവൽ ചെക്ക് ചെയ്യാനും ആംഗ്ലോവേഴ്സിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയി ഫ്രീ ട്രയൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. The link is given in the description. Make sure to check it out. See you.